കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ഇത് സാധാരണ ഒരു നൂഡിൽസ് അല്ല കേട്ടോ, മില്ലറ്റ് ന്യൂഡിൽസാണ്. മിക്കവാറും എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഈ ന്യൂഡിൽസ് വളരെ ഹെൽത്തി ആണെന്നാണ് കേട്ടോ പറയണത്. ഇത് മൈദയൊന്നും ചേർത്തിട്ടില്ല, ഫ്രൈ ചെയ്തതുമല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക രീതിയിലാണ് നമുക്കിത് തയ്യാറാക്കേണ്ടത്. സാധാരണ നൂഡിൽസ് ഇങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം അല്ലേ. ഇത് അതേപോലെ പറ്റില്ല കേട്ടോ. ഇത് കുറച്ച് തിക്കാണ്, എന്നാൽ പെട്ടെന്ന് നമുക്ക് ഒടിച്ചൊക്കെ എടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. പക്ഷേ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കാത്ത കാരണം നമുക്കിത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു കടായിലേക്ക് വെള്ളം വയ്ക്കാം. നൂഡിൽസിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് ഉപ്പും കൂടി ഈ വെള്ളത്തിലേക്ക് ചേർക്കണം. നൂഡിൽസിലേക്ക് ഉപ്പ് പിടിക്കട്ടെ. നമ്മൾ വെള്ളത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഒരല്പം കൂടി തോന്നണം, അത്ര മതി കേട്ടോ. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കൂടിയിരുന്നാലും കുഴപ്പമില്ല, വേവുന്നതൊന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 4-5 മിനിറ്റ് മതിയായിരുന്നു കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സ്ട്രെയിനറിലേക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 4-5 മിനിറ്റ് ഇടയ്ക്കൊന്ന് നോക്കണം. വെള്ളം വറ്റാനൊന്നും പാടില്ല. വെള്ളം അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വെള്ളമൊക്കെ വറ്റി ഇതാ കണ്ടില്ലേ, വെന്തത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്ട്രെയിനറിലേക്ക് ഞാനിത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലെ വെള്ളം മുഴുവൻ പോവട്ടെ. പാകത്തിന് വേവുമ്പോൾ നമുക്കിത് ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. നൂഡിൽസ് ഇങ്ങനെ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, ഇങ്ങനെ നൂല് പോലെ കാണുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ തയ്യാറാക്കിയെടുക്കാം. സവോളയും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കുറച്ച് ക്യാരറ്റും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ. ഇനി ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണില്ലേ, അതേപോലെ തന്നെയാണ്. സോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ സോസോ സോയ സോസോ അങ്ങനത്തെ ഒക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിലേക്ക് സോസുകളൊന്നും ഒഴിക്കണില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ക്യാരറ്റ് ഇട്ട് കൊടുത്തു, പച്ചമുളകും സവോളയും ഒന്ന് നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതലങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നെടുത്താൽ മതി കേട്ടോ. ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് സവോളയും ഒന്ന് വെന്തിട്ട് ഒന്ന് കടിക്കാനായിട്ട് കിട്ടിയാലും കുഴപ്പമില്ല. ഇനി കൂടുതൽ അലിയണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി മൂപ്പിച്ചെടുക്കാം. എന്നാലും ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കണ്ട കേട്ടോ. അത്യാവശ്യമായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സപ്പോർട്ട് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്നു വന്നു. ഇനി നമുക്കതൊന്ന് സിമ്മിലിട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എണ്ണയൊക്കെ കൂടുതൽ വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം, കൂടുതൽ ആവശ്യമുള്ളവർക്ക്. പിന്നെ ഈ സമയം നമുക്ക് ഈ പാക്കറ്റിൽ തന്നെ ഒരു മസാല പാക്കറ്റ് കിട്ടും. സാധാരണ നൂഡിൽസിലും ഇതേപോലെ ഒരു മസാല പാക്കറ്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണ്ട, ഇത് ഒരല്പം കൂടിപ്പോയി, എനിക്ക് ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നി. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു വേറെ ഒരു ഫ്ലേവറാണ്. സാധാരണ നൂഡിൽസിൻ്റെ അതുപോലെ അല്ലായിരുന്നു കേട്ടോ, എന്നാലും ടേസ്റ്റി ആയിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സിമ്മിൽ തന്നെ ഇട്ടിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാ നൂഡിൽസിലേക്കൊന്ന് പിടിക്കട്ടെ. വെന്ത സമയം നമ്മൾ ഈ നൂഡിൽസിൽ ഉപ്പൊക്കെ പാകമുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായി വെന്തതുമായിരുന്നു. വേവൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കണം. നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.